ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞത് 1 recitation is more effective than 10 repetition എന്നാണ്. വേറൊരു സൈക്കോളജിസ്റ്റ് പറഞ്ഞത് ടൈം സ്പെൻഡ് ഇൻ ആക്റ്റീവ് റൈക്കോൾ ആഫ്റ്റർ ബുക്സ് ക്ലോസ്ഡ് ഈസ് ടൈം വെൽ സ്പെൻഡ് എന്നാണ്. പുസ്തകം അടച്ചു വെച്ച് പുസ്തകത്തിൽ എന്തായിരുന്നു ഇതുവരെ പഠിച്ചത്? ഒന്നാമത്തെ ചോദ്യത്തിന് 5 ABCD 5 പോയിന്റ് ഉണ്ടല്ലോ. ആ എ എന്തായിരുന്നു, ബി എന്തായിരുന്നു? നടന്നുകൊണ്ട് വേണം റെസിറ്റേഷൻ നടത്തുക. കുട്ടികൾ പഠിച്ചതിനെ ഓർമ്മിച്ചുകൊണ്ട് നടന്നുകൊണ്ട്, നടക്കുമ്പോൾ ഉറക്കം വരുമോ എന്ന് ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്. നടക്കുമ്പോൾ ഉറങ്ങുന്നവര് കൈ വന്ദിക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ അത് സോംനാംബുലിസമാണ് എന്നൊക്കെ കുട്ടികളെ പറഞ്ഞ് തമാശയാക്കും ഞാൻ. അപ്പോ നടക്കുമ്പോ കൂടുതൽ ഒരേ ചടഞ്ഞിരിക്കുകയും വേണ്ട, പഠിച്ചതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എത്രത്തോളം നമ്മൾ സ്വാംശീകരിച്ചു, എവിടെയാണ് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നൊക്കെ വളരെ ക്ലിയർ ആവും. അപ്പോ ഈ എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും. പുസ്തകം അടച്ചു വെച്ചുകൊണ്ട് പഠിച്ചതിനെ ഓർമ്മിച്ചുകൊണ്ട് നടന്നുകൊണ്ട് ആവർത്തിക്കുന്നതിനെയാണ് അത് പറയുക. അടുത്താണ് റിലേറ്റ്. റിലേറ്റ് എന്ന് പറഞ്ഞാല് റിസൈറ്റ് നമ്മൾ പറഞ്ഞു. റിലേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് പഠിച്ചത് ഇന്നലെ പഠിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്യുക. ഫിസിക്സ് പഠിച്ചത് മാത്സുമായിട്ട് റിലേറ്റ് ചെയ്യുക. ഹിസ്റ്ററി പഠിച്ചത് ജോഗ്രഫി ആയിട്ട് റിലേറ്റ് ചെയ്യുക. നിത്യജീവിതത്തിലെ അനുഭവങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുക. കുട്ടികളോട് ഞാൻ ചിലപ്പോൾ ചോദിക്കൂ, ഒരു പേന എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ പേന ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുകയാണ്. ഞാൻ ചോദിക്കും, എന്താ എനർജിയാ അവിടെ ഉപയോഗിച്ചത്? നിങ്ങൾ പലതരം എനർജി പഠിച്ചല്ലോ, എന്താ എനർജിയാ പ്രയോഗിച്ചത്? അപ്പൊ പല കുട്ടികളും പല ഉത്തരവും പറയും. എന്നെ കാണുന്നുണ്ടോ? താങ്ക് യു. അപ്പൊ ഞാന് ഈ പേന ഇങ്ങനെ എന്താ എനർജിയാ ഈ പേന എങ്ങനെയാകുന്നു ഉയർന്നത് ചോദിക്കും. അപ്പൊ കുട്ടികളെ പല ഉത്തരവും പറയും. ഞാൻ പറഞ്ഞു, ഇത് ആറ്റമിക് എനർജി ആയിരിക്കും അല്ലേ, ഇലക്ട്രിക്കൽ എനർജി ആണോ ചോദിക്കും. കുട്ടിക്ക് പറയാൻ കിട്ടില്ല. ചില സ്കൂളിൽ നിന്ന് വളരെ അപൂർവം കുട്ടികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ബോഡി മസിൽസ് ആൻഡ് സ്കെലറ്റൽ മൂവ്മെന്റ്സ് കൊണ്ട് ഉണ്ടാകുന്ന എനർജിക്ക് കൈനറ്റിക് എനർജി എന്നാ പറയാ. ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കണം കുട്ടികള്. ഇത് പുസ്തകത്തിലുള്ളത് മഗ് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാല് മീനിങ് ഫുൾ ലേണിംഗ് ആവില്ല. റിലേറ്റ് ചെയ്ത് പഠിക്കണം. A+B² എന്ന് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. A+B². അത് ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നില്ല, നമുക്ക് സമയക്കുറവുണ്ട്, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഞാൻ അടുത്തത് റിലേറ്റ്. അപ്പൊ രണ്ടാമത്തെ 6 കഴിഞ്ഞു, മൂന്നാമത്തെ 6ലേക്ക് പോവാണ്. മൂന്നാമത്തെ അല്ല, 4ാമത്തെ 6 അല്ലെ. റീഡ് പറഞ്ഞു, റിസൈറ്റ് പറഞ്ഞു, റിലേറ്റ് പറഞ്ഞു. ഇത് കാണുന്നുണ്ടല്ലോ ഒരു കർവ്. ഇതൊരു പഴയ കർവാണ്, പക്ഷെ ഇതിനെപ്പോഴും പ്രസക്തി ഉണ്ട് എന്നാണ് എന്നെ പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. ഈ കർവിന്റെ പ്രത്യേകത, ഇത് ഹെർമൻ എബിംഗ്ഹൗസ് എന്ന് പറഞ്ഞ ജർമ്മനിക്കാരൻ ദീർഘകാലം ഗവേഷണം നടത്തി ഉണ്ടാക്കിയ ഒരു കർവാണ്. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത 100 കണക്കിന് ഫർഗറ്റിംഗ് കർവുകളുടെ ഏവറേജ് ആണ് കാണുന്നത്. കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ലല്ലോ. ഞാൻ പറയണ്ടേ, സോറി, സ്ക്രീൻ കാണിച്ചു തരാം. പഠിച്ച ഉടനെ ഇമ്മീഡിയറ്റ് റീകോൾ നടത്തിയപ്പോ 100% റീകോൾ ചെയ്യാൻ പറ്റി. പഠിച്ച ഉടനെ 20 മിനിറ്റ്സ് കഴിഞ്ഞ് റീകോൾ നടത്തിയപ്പോ 42% മറന്നുപോയി. കുത്തനെ ഡിക്ലൈൻ കണ്ടോ, 42% മറന്നുപോയി. 1 അവർ കഴിഞ്ഞപ്പോഴേക്ക് 53% മറന്നു. സഡൻ ഡിക്ലൈൻ കേട്ടോ. 9 hours കഴിഞ്ഞപ്പോഴേക്ക് 62% മറന്നു. 62% പഠിച്ചതിന്റെ 62% പഠിച്ച 9 hours-നുള്ളിലാണ്. 2 days കഴിഞ്ഞപ്പോ 73% മറന്നു. ആ പൊട്ട് കുറച്ചുകൂടി താഴോട്ടാണ്. ആ ആംഗിള് ആണ് കറക്റ്റ്. ആ ലൈനിന്റെ ആംഗിള് കാണുന്നുണ്ടല്ലോ. അപ്പോ 73% പഠിച്ച് 24 മണിക്കൂർ, 2 days എന്ന് പറഞ്ഞാൽ 48 മണിക്കൂർ കഴിയുമ്പോഴേക്ക് പഠിച്ചതിന്റെ 73% മറക്കും. ഇനിയാണ് നോക്കേണ്ടത്. ഇനി നോക്കൂ, 6 days കഴിയുമ്പോ 75% മറന്നു.
25% ഓർക്കുന്നുള്ളൂ. അടിയിൽ നിന്ന് മേലോട്ട് 25% മാത്രമേ ഓർക്കുന്നുള്ളൂ. 75% പറഞ്ഞു. ഇവിടെ നോക്കൂ, 2% ലോസേ വന്നിട്ടുള്ളൂ. 4 ദിവസത്തെ ഗ്യാപ്പിൽ 2% ലോസേ വന്നിട്ടുള്ളൂ. മറിച്ച് ഇവിടെ 20 മിനിറ്റിന്റെ ഗ്യാപ്പില് 42% ഡിക്ലൈനാ വന്നത്. റീലേണിംഗ് എന്നാണ് ഇതിന് പറയാ. കാരണം റീലേണിംഗ് ഒരു റിവിഷന് വ്യത്യാസമുണ്ട്. റിവിഷൻ എന്ന് പറഞ്ഞാൽ മറക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. റീലേണിംഗ് എന്ന് പറഞ്ഞാൽ മറന്നത് വീണ്ടും പഠിക്കലാണ്. ഇവിടെ 80% മറന്നത് വീണ്ടും പഠിക്കേണ്ടി വരികയാണ്. ഇത് ഒഴിവാക്കി നമ്മൾ എന്ത് വേണം? നമ്മൾ കുട്ടികളെ ഇപ്പൊ എന്നെ കാണാലോ, ഒന്നും കൂടി ക്ലിയർ ആക്കാം. പഠിച്ച് അരമണിക്കൂറിനുള്ളിൽ ഈ ഹെർമൻ എബിങ്ങേഴ്സ് പഠിച്ചത് നോൺസെൻസ് സിലബിൾസും ഇങ്ങനെയൊക്കെയാണ്, പല നോൺസെൻസ് അരിത്തമെറ്റിക്കും ഒക്കെയാണ്. നമ്മൾ പഠിക്കുന്നത് മീനിങ് ഫുൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് അരമണിക്കൂർ പഠിച്ചാൽ അറ്റൻഷൻ സ്പാൻ എന്നതിന് പറയുക, അത് കുറച്ച് കുറയും. അരമണിക്കൂർ അപ്പൊ പാത്രം നിറയും. നിറഞ്ഞ പാത്രത്തിൽ വീണ്ടും ഒഴിച്ചാൽ പുറത്തേക്ക് ഒഴുകുള്ളൂ നമുക്കറിയാം. അതുകൊണ്ട് അരമണിക്കൂർ പഠിച്ചാൽ റെസിറ്റേഷൻ നടത്തുക. അപ്പോൾ ഒരു റിവിഷൻ ഇവിടെ നടത്തി കഴിഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞത്. നേരത്തെ പറഞ്ഞ റെസിറ്റേഷൻ ഒരു റാണ്. രണ്ടാമത്തേത് 9 hours കഴിഞ്ഞ് രാവിലെ പഠിച്ചത്, സ്കൂളിൽ നിന്ന് പഠിച്ചത് വൈകുന്നേരം വീട്ടിൽ വന്നിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് അന്ന് ഭക്ഷണം കഴിക്കുന്നൊക്കെ കുട്ടികളെ നിഷ്കർഷിക്കണം. അവരെ തന്നെ അതിന് തീരുമാനം എടുപ്പിക്കണം. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി റിവൈസ് ചെയ്യുക പഠിച്ചതിനെ. രാവിലെ ഉണർന്നാല് രാത്രി പഠിച്ചത് എന്തായിരുന്നു ഓർമ്മിച്ചുകൊണ്ട് അത് കുളിക്കുന്ന സമയത്തും സോപ്പ് തേക്കുന്ന സമയത്തും ഒക്കെ കുട്ടികൾക്ക് ഓർമ്മിക്കാം. ഡ്രസ്സ് ഇസ്തിരി ഇടുന്ന സമയത്ത് സുന്ദരമായിട്ട് ഓർമ്മിക്കാം കുട്ടികൾക്ക് എന്തായിരുന്നു പഠിച്ചത്. ആ റെസിറ്റേഷൻ നടത്തി നോക്കാം. അപ്പൊ റിവിഷനായി. വീക്കെൻഡില് ആ വീക്കിൽ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റും നോക്കുക. വീക്കെൻഡില്, മന്ത് എൻഡില് പിന്നെ റിവിഷൻ വേണ്ടി വരില്ല. ഡിക്ലൈൻ ഉണ്ടാവില്ല. കർവിന് അത് ബേസ് ലൈനിന് പാരലായിട്ട് അങ്ങനെ കിടക്കും. ഇത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. നിങ്ങളും ഇങ്ങനെ ആവർത്തിച്ചാൽ ഈ വയസ്സുകാലത്ത് ഞാൻ പോലും ചെയ്യുന്നതാണ്. പിന്നെ ഒരിക്കലും പഠിച്ചത് മറന്നുപോയില്ല. അപ്പോ സമയക്കുറവ് കൊണ്ട് ഞാനിത് അടുത്ത ലാസ്റ്റിലേക്ക് പോവുകയാണ്. PQR കഴിഞ്ഞു. ഇനി S ആണ്. S എന്ന് പറഞ്ഞാൽ സർവേയാണ്, സമ്മറിയാണ്. സമ്മറി പഠിച്ചതിന്റെ സമ്മറി ഉണ്ടാക്കുക. ഈ നമ്മളെ റഫ് ബുക്കിന്റെ ഒരു പേജിൽ എഴുതരുതെന്ന് പറഞ്ഞല്ലോ, അത് സമ്മറി ഉണ്ടാക്കാനാണ്. ഈ സമ്മറി ഉണ്ടാക്കല് വിഷ്വൽ ആക്കണം, ഫ്ലോ ചാർട്ടുകളാക്കുക, പല രീതിയിൽ ഫ്ലോ ചാർട്ട് ആക്കാം. 1-2 സാമ്പിൾ മാത്രം ഞങ്ങൾക്ക് കാണിച്ചു തരാം. 1-2 സാമ്പിൾ. അതുപോലെ സമറൈസ്. ഞാൻ മിനറൽസ് എന്ന ഒരു വലിയ ചാപ്റ്റർ പഠിച്ചു ഫിസിക്സിൽ. മിനറൽസ് കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? മിനറൽസ് എന്നുള്ള ചാപ്റ്റർ പഠിച്ച് ഞാനൊരു സമ്മറി ഉണ്ടാക്കുകയാണ് ഫ്ലോ ചാർട്ട് ആയിട്ട്. മിനറൽസിന് ഞാൻ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നതായി സങ്കല്പിക്കുന്നു. അപ്പൊ 2 വിൻഡോ ഓപ്പൺ ആവുന്നു, മെറ്റൽസും സ്റ്റോൺസും. ഇത് വേറെ കളറിലാണ് മനഃപൂർവ്വം. അതായത് കുട്ടികൾക്ക് പല കളറും വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞത് പെൻസില്. മെറ്റൽസിന് ഞാൻ മൗസ് കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ റെയർ മെറ്റൽ, കോമൺ മെറ്റൽ, അലോയ്സ് എന്ന് പറഞ്ഞ 3 വിൻഡോ ഓപ്പൺ ആവുന്നു. സ്റ്റോൺസിന് ഞാൻ മൗസ് കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. പ്രഷ്യസ് സ്റ്റോൺസ്, മേസൺറി, ബിൽഡിംഗ് ഉണ്ടാക്കുന്ന കല്ല്. ഇത് വേറെ കളറിലാണ് കൊടുത്തിരിക്കണേ. ഇനി റെയർ മെറ്റൽസിന് ഞാൻ മൗസ് കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ പഠിച്ച ചാപ്റ്ററിലുള്ളത് ഞാൻ വിഷ്വൽ ആക്കിയതാണ്. റെയർ മെറ്റൽസില് നോക്കൂ, ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, യുറാനിയം. സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ 3 എഴുതിയിട്ടുള്ളൂ. കോമൺ മെറ്റല് അയൺ, സിങ്ക്, കോപ്പർ, അലൂമിനിയം, ലെഡ്, മഗ്നീഷ്യം ഒക്കെ ഉണ്ട്. എക്സെട്രാ എഴുതി രക്ഷപ്പെട്ട സ്ഥലമില്ലാത്തതുകൊണ്ട്. അലോയ്സ് നോക്കൂ, ബ്രോൺസ്, ബ്രാസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ.
പ്രഷ്യസ് സ്റ്റോൺസ്, റൂബി, എമറാൾഡ്, സഫയർ, ടോപ്പാസ്, നവരത്നങ്ങൾ. ഇനി മറ്റു നോക്കൂ, മേസൺറി, ലേറ്ററൈറ്റ്, ഗ്രനൈറ്റ്, ലൈറ്റ് സ്റ്റോൺ. നോക്കൂ, ഈ കളറോട് കുട്ടികൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. പരീക്ഷാ ഹാളില് ഈ ഫ്ലോ ചാർട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് വരച്ചുണ്ടാക്കുമ്പോ നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിക്കുകയോ വേറെ എവിടെയോ പോവുകയോ പഠിച്ചതിലായിരിക്കോ? നമ്പർ 1. നമ്പർ 2 ക്വസ്റ്റ്യൻ, ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോ ഉറക്കം വരുമോ? ഇങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചത് മറക്കുമോ? നേരത്തെ പറഞ്ഞ റിവിഷൻ കൂടി നടത്തിയാൽ പഠിച്ചത് മറക്കുമോ ചോദിക്കാറ്. ഒരു എക്സാമ്പിളോട് കാണിച്ചു തരാം. ഇത് ഞാൻ ഒരു ഹിസ്റ്ററിയിൽ അക്ബറിന്റെ ഭരണപരിഷ്കാരം പഠിച്ചതാ. സിവിൽ അഡ്മിനിസ്ട്രേഷൻ, റിലീജിയസ് ഇത്, റവന്യൂ പരിഷ്കാരം, മിലിറ്ററി പരിഷ്കാരം. ഇതിൽ പോയിന്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടി അവിടെ മിലിറ്ററി പരിഷ്കാരം എഴുതാൻ, സിവിൽ അഡ്മിനിസ്ട്രേഷൻ പോയിന്റ്സ് എഴുതാനുള്ള കോളം മാത്രമേ വരച്ചുള്ളൂ. റിലിജിയൻ മാത്രം ഞാൻ പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. അക്ബർ ദീനിലാഹി എന്ന് പറഞ്ഞ മതം ഉണ്ടാക്കി, ജസിയ എന്ന് പറഞ്ഞ നികുതി നിർത്തലാക്കി, റിലീജിയസ് കോൺഫറൻസ് നടത്തി, സർവമത സമ്മേളനം, നിശ വിവാഹം പ്രേരിപ്പിച്ചു, അക്ബർ രജപുത്ര സ്ത്രീയെ കല്യാണം കഴിച്ചു, റവന്യൂല് രാജ്യത്തെ ജില്ലകളാക്കി, ഫർഗാനകളാക്കി, പുതിയ നികുതി ഏർപ്പാടൊക്കെ, പഴയ നികുതി പലതും പരിഷ്കരിച്ചു, മിലിറ്ററി രാജാ മാൻസിംഗിനെ സൈന്യാധിപനാക്കി. പോയിന്റ്സ് എഴുതാനുള്ള കോളംസ് അതൊക്കെ. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്. ഇത് ഞാൻ UN ഓർഗൻസിനെ കുറിച്ച് പഠിച്ചതാ. നിങ്ങൾക്കറിയോ UN ഓർഗൻസ് ഏതൊക്കെയാന്ന്? ഞാൻ ഒരു കാലത്ത് മറക്കില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പഠിച്ചതാണ്. എനിക്ക് ഈ വിഷ്വലിന്റെ മനസ്സിലുണ്ട്. ഇത് പഴയ ഫോണാണേ, തോന്നുന്നില്ലേ ഫോണാന്ന്. UN നോക്കൂ, ഞാൻ റിസീവർ എടുക്കുന്നു. ജനറൽ അസംബ്ലി 1, സെക്യൂരിറ്റി കൗൺസിൽ, സെക്രട്ടേറിയറ്റ്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് കൗൺസിൽ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. സെക്രട്ടറി ജനറലിനെ കിട്ടണമെങ്കിൽ റിസീവർ എടുത്ത് നമ്പർ 3 ഡയൽ ചെയ്താൽ മതി. എനിക്ക് ഈ ഡയഗ്രത്തിലേക്ക് നോക്കണ്ട, എന്റെ മനസ്സിൽ ഈ ചിത്രമുണ്ട്. ഇനി സോഷ്യൽ ആൻഡ് ഇക്കണോമിക് കൗൺസിൽ, അതിന്റെ സബ് ഡിവിഷൻസ് എന്തൊക്കെയാണ്? ഇതിനെ കൊണ്ട് ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് വേറെ ഉണ്ടാക്കാം. സോഷ്യൽ, അതിലാണ് UNESCO, WHO, UNICEF ഒക്കെ വരുന്നത്. അത് ഇങ്ങോട്ടാക്കാം. അത് എനിക്ക് പിന്നെ വേൾഡ് ബാങ്കിന്റെ ഡയറക്ടറെ ഒന്ന് കിട്ടണമെങ്കിൽ നമ്പർ 4 ഡയൽ ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയും പഠിക്കാം. പിന്നെ ഇതാണ് നീമോണിക് ഡിവൈസസ്. കുട്ടികൾക്ക് ഇപ്പൊ നമ്മളൊന്ന് പഠിക്കുക. രാഹുകാലം കണ്ട എങ്ങനെയാന്ന് ഇവിടെ കാണാം. ഈ സെന്റൻസ് ഓർമ്മിക്കാൻ എന്ത് എളുപ്പമാണ്. 11 boys have a good football club എന്ന്. വിജ്ജർക്ക് അറിയാം, അതിനെപ്പറ്റി ഞാൻ പറയണില്ല. 11 boys have a good football club എന്ന് പഠിക്കാൻ എളുപ്പമല്ലേ? ഇല്ലേ? ഇപ്പൊ ഫുട്ബോളിന്റെ കാലമാണിത് അല്ലേ? എംബാപ്പെ ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ വളരെ സുഖമാണ്. മെസ്സിനെ പറ്റിയോ കുട്ടിയൊക്കെ നല്ലതാണ് അറിയാം. ഇത് ഓർമ്മിക്കാൻ എളുപ്പ. ഇതിൽ 11 എന്ന് പറഞ്ഞാൽ ഈ 5ാമത്തെ അക്ഷരം കൊണ്ട് തുടങ്ങുക. അപ്പൊ 5ന്റെ പകുതി 2:30, 5 2:30, 7:30 മുതൽ 9 വരെ 1.5 മണിക്കൂറാണ് രാഹുകാലം. പകലേ ഉണ്ടാവുള്ളൂ. മൺഡേ 7:30 മുതൽ 9 വരെയാണ് രാഹുകാലം. ട്യൂസ്ഡേ ബോയ്സ് 2, 3 മുതൽ 4:30 വരെയാണ് രാഹുകാലം. ശുഭകാര്യങ്ങൾ ചെയ്യാൻ, ഇത് അന്ധവിശ്വാസമാണ് കേട്ടോ, എനിക്ക് ഇതിലൊന്നും വിശ്വാസമല്ല, ഞാനിത് തമാശയായിട്ട് പറയുന്നതേ ഉള്ളൂ. ഹാവ് 4ാമത്തെ അക്ഷരത്തിൽ, 8ാമത്തെ അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. H എന്ന് പറഞ്ഞാൽ. അപ്പൊ 8 4 12, 12 മുതൽ 1:30 വരെയാണ് ബുധനാഴ്ച രാഹുകാലം. സംശയം ഉണ്ടോ? കലണ്ടർ നോക്കിക്കോളൂ. സൺഡേ ക്ലബ് എന്നാണ്. ക്ലബ് എന്ന് പറഞ്ഞാൽ 3ാമത്തെ അക്ഷരമാണ് C. അപ്പൊ 3 1:30, 4:30 മുതൽ 6 മണി വരെയാണ് സൺഡേ. വൈകുന്നേരം 4:30 മുതൽ 6 മണി വരെയാണ് രാഹുകാലം. എത്ര എളുപ്പമായി ഇങ്ങനെ പഠിക്കാൻ. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ SFI എന്നൊക്കെ പറഞ്ഞ പഠിക്കും. കുട്ടികളൊക്കെ അലേർട്ട് ആവും. KSUക്കാർ പ്രത്യേകിച്ച് അലേർട്ട് ആവും. എന്താ SFI? സൈക്കോളജിയാ. സെൻസേഷൻ, ഫീലിംഗ് ആൻഡ് ഇമേജസ്. These are the elements of consciousness according to E.B. Kitchener എന്ന് പറയൂ. അതുപോലെ PSC എന്ന് അറിയും. PSC എന്ന് പറഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് ശ്രദ്ധിക്കും.
പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല. പ്രോക്സിമിറ്റി, സിമിലാരിറ്റി ആൻഡ് ക്ലോഷർ. ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് വിഷ്വൽ പെർസെപ്ഷന് കൊടുത്തിരിക്കുന്ന ഹോളിസ്റ്റിക് പെർസെപ്ഷന് കൊടുത്തിരിക്കുന്ന 3 ഘടകങ്ങളാണ് പ്രോക്സിമിറ്റി, സിമിലാരിറ്റി ആൻഡ് ക്ലോഷർ, PSC. ഇങ്ങനെയൊക്കെ തമാശയായിട്ട് പഠിപ്പിച്ചൂടെ നമ്മളെ കുട്ടികളെ? അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്നാണ് ഞാനിപ്പോ പിന്നെ ആശംസിക്കുന്നത്. ഞാനിവിടെ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ടാണ് നമ്മൾ 8 മിനിറ്റ് അധികം എടുത്തു. പിന്നെ ഇത് വേണ്ട മാതിരി നീതിപൂർവമായി ചെയ്തു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഒരു ഹറിബറി ക്ലാസ് ആയിപ്പോയി എന്ന് എനിക്കറിയാം. ഈ കോൺസെപ്റ്റിൽ മാത്രം ഒന്നിക്കൊണ്ടാണ് നമ്മൾ സംസാരിച്ചത്. കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തൊക്കെ പ്ലാൻ ചെയ്ത് കൊടുക്കാം, ഇത് തന്നെ ആണ്. അപ്പൊ എനിക്കൊരു പ്രത്യേക പഠനമുറിയുണ്ട്. ആ പഠനമുറിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് താഴോട്ട് കളക്കില്ല. ഇവിടെ ഞാൻ കൈയെത്തുന്നിടത്ത് എല്ലാ സാധനവും ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഇത് അവിടെ ഗൂഗിൾ ഹോം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അവിടെ ചോദിച്ചാൽ മതി. പുസ്തകം വേണമെങ്കിൽ അവിടെ ഉണ്ട്. പേന പല ജാതി കളറുള്ള പേനകൾ അവിടെ നോക്കിയാൽ കാണാം. പല ജാതി. അവിടെ വേറൊരു പെൻ സ്റ്റാൻഡ് ഉണ്ട്. എന്ത് വേണമെങ്കിലും, സ്കെയില് വേണോ, കൈയെത്തുന്നിടത്തുണ്ട് സ്കെയില്. വാട്ട് എവർ യു റിക്വയർ, എവറിത്തിങ് ഈസ് ഹിയർ. ഇങ്ങനെ ഒരു സംവിധാനം വീട്ടിൽ ചെയ്ത് കൊടുക്കുക. എല്ലാ വീട്ടിലും ഇപ്പോൾ TV എന്നൊക്കെ ഒന്ന് അകന്ന് നിൽക്കുക. കുട്ടികളെ സ്ക്രീൻ ടൈം അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അവരുടെ സഹകരണത്തോടു കൂടി സ്ക്രീൻ ടൈം ഒന്ന് ഇപ്പൊ തീരെ നിഷേധിക്കണമെന്ന് ഞാൻ പറയില്ല. ഇനിയുള്ള കാലത്ത് സ്ക്രീൻ വളരെ ഉപകാരപ്പെടുന്ന, പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് ഇത്. പഠിക്കുന്ന കാര്യം റെഫർ ചെയ്യാൻ ഇത്രയും നല്ലൊരു സഹായി വേറെ ഇല്ല. ഞാനൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇതിനെയാണ് ആശ്രയിക്കുന്നത്, ഈ സാധനത്തിനാണ്. ഈ സാധനത്തിൽ നമുക്ക് എന്ത് സംശയവും കിട്ടുമല്ലോ. ഒക്കെ ഒന്നും അപ്പടി വിശ്വസിക്കാൻ പറ്റില്ലെങ്കിലും. അപ്പൊ ഇതിന് കുട്ടികളായിട്ട് ഇപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ മകനും പേരക്കുട്ടികളും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്തു. സ്ക്രീൻ ടൈം കഴിഞ്ഞു, ഇത്ര മണി മുതൽ ഇത്ര മണി വരെയല്ലേ, കഴിഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉടനെ അലാറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിങ്ങനെ അലാറൊക്കെ സെറ്റ് ചെയ്ത് ചില നിഷ്കർഷമൊക്കെ വെച്ച് കുട്ടികളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് തീരുമാനമെടുത്ത് അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, എന്നോട് ഇത് ചോദിക്കാനുണ്ടെങ്കിൽ അവസരം തന്നില്ല എന്ന് പറയരുത്. പിന്നെ ഞാൻ കേൾക്കാൻ തയ്യാറാണ്, അറിയും പോലും മറുപടി പറയാൻ തയ്യാറാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കുക. ഞാൻ തൽക്കാലം മ്യൂട്ട് ചെയ്യാം. പേര് പറഞ്ഞു ചോദിക്കും. മനോഹരൻ. ചോദിച്ചോളൂ. ഈ എൻട്രൻസ് എക്സാം ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മളോട് എന്താ പറയാൻ പറ്റുക? PSC ടെസ്റ്റ്, എൻട്രൻസ് എക്സാം ഒക്കെ വരുമ്പോൾ ഏത് പരീക്ഷയ്ക്ക് പഠിക്കാനും ഈ സ്ട്രാറ്റജി ഫലപ്രദമാണ് എന്നാണ് എന്റെ വിശ്വാസം. ഏത് പരീക്ഷയ്ക്ക് പഠിക്കാനും. എൻട്രൻസ് പരീക്ഷയ്ക്ക് വരുന്ന ഒരുപാട് കുട്ടികൾ ബേൺ ഔട്ട് ആയി പോയ കുട്ടികള്, പുസ്തകം കാണുമ്പോഴേക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാർ, എനിക്ക് തലകറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് പ്രഷർ, അതായത് ഈ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പ്രഷർ, സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ +2 ക്ലാസ്സിൽ പ്രഷർ, പാരന്റൽ പ്രഷർ, എല്ലാം കൂടി കുട്ടികൾ ബേൺ ഔട്ട് ആയി പോകുന്ന അവസ്ഥ. ആ കുട്ടികളോട് ഞാൻ പറഞ്ഞു കൊടുക്കാറ് ഈ ടെക്നിക്കാണ്. അവർക്കത് ഫലപ്രദമായി എന്ന് ബോധ്യം വന്നിട്ടുണ്ട്. ഏത് പരീക്ഷയ്ക്കും ഈ സ്ട്രാറ്റജി നല്ലതാണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. പക്ഷേ നമ്മളെ രജീഷ് സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. ഓക്കെ, ആയിക്കോട്ടെ, കൺക്ലൂഡ് ചെയ്തു. താങ്ക് യു. നമസ്കാരം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, കുഴപ്പമില്ല. ഒരു 5-10 മിനിറ്റും കൂടെ എടുക്കാം. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ല, എന്തായിരുന്നു അത് സർ? പ്ലീസ് ക്ലിയർ ക്യൂ. ഐ ഡിഡ്ന്റ് ഗെറ്റ് ക്യൂ എന്നുള്ളത് എന്താന്നുള്ളത് കിട്ടിയിട്ടില്ല എന്നാണ് ഒരാൾ പറയുന്നത്. അതായത് നമ്മൾ പഠിച്ച ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട്, കുട്ടികൾ പഠിച്ച ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ, പ്രീവിയസ് പേപ്പറുള്ള ക്വസ്റ്റ്യൻ, ലഭ്യമായ എല്ലാ സോഴ്സിൽ നിന്നും കിട്ടിയ ക്വസ്റ്റ്യൻ കുട്ടിക്ക് ലിസ്റ്റ് ചെയ്ത് വെക്കുന്നതിനാണ് ക്യൂ എന്ന് ഉദ്ദേശിച്ചത്. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കണ്ടെത്താനാണ് പിന്നെ വായിക്കുന്നത്. വെറും വായനയാകുമ്പോഴാണ് മനസ്സ് അബദ്ധസഞ്ചാരം ചെയ്യുക.
ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി വായിക്കുമ്പോ ആങ്കേർഡ് ആവും മനസ്സിൽ, നങ്കൂരട്ട മാതിരിയാവും. ക്ലിയർ ആയി കാണും തോന്നുന്നു. വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. സാർ, വൺ ഡൗട്ട്. വരൂ. സാർ, ഇപ്പൊ മക്കൾക്ക് ചിലപ്പം ആ സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ടോപ്പിക്കിന്റെ കണ്ടന്റ് അറിയാം, പക്ഷെ അവരത് പേപ്പറിലേക്ക് എക്സാം ടൈമിൽ എക്സ്പ്രസ് ചെയ്യാൻ ചില സമയം പറ്റുന്നില്ല. അതായത് ഇപ്പം 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും അതേ ക്വസ്റ്റ്യൻ ചിലപ്പം കുറച്ചുകൂടെ ഇലാബറേറ്റ് എഴുതാൻ വേണ്ടിയിട്ട് 5 മാർക്കിന് ചോദിക്കുമ്പം അവര് കൺഫ്യൂസ്ഡ് ആണ്. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതിൽ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ഇവിടെ നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടതിന് പകരം നമ്മൾ കൺസെപ്ച്വൽ ആയിട്ട്, അതായത് നമ്മൾ ടെക്സ്ച്വൽ ആവരുത് പഠിക്കുന്നത്, കോണ്ടെക്സ്ച്വൽ ആവണം എന്നാ പറയുക. ടെക്സ്ച്വൽ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ 2 മാർക്കിന്റെ ഉത്തരം പഠിച്ചാൽ അത് എലാബറേറ്റ് ചെയ്ത് കുട്ടിക്ക് കഴിഞ്ഞോളന്നില്ല. എന്നാൽ കോണ്ടെക്സ്ച്വൽ ആയിട്ട് പഠിക്കുമ്പോൾ അത് സന്ദർഭമായിട്ട് ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഉദാഹരണങ്ങളൊക്കെ ചേർത്തിട്ട് പഠിക്കുമ്പോൾ ആ ഉദാഹരണമൊക്കെ കോട്ട് ചെയ്ത് എലാബറേറ്റ് ചെയ്ത് എഴുതാൻ കുട്ടിക്ക് പറ്റും. ടെക്സ്റ്റിലുള്ള ഈ ചോദ്യത്തിന് വേണ്ടി പഠിക്കേണ്ടതിന് പകരം ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് തന്നെ, അതാണ് നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, കോറിലേറ്റ് ചെയ്ത് പഠിക്കണം, റിലേറ്റ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ പറയാൻ കാരണം അതാണ്. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന വിഷയത്തിൽ ഇന്ന മാതിരി ഉണ്ട് നമ്മൾ പറയാറില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എലാബറേറ്റ് ചെയ്യാൻ പറ്റും. കൺസെപ്ച്വൽ ക്ലാരിറ്റി കുട്ടിക്ക് ഉണ്ടാവണം. വെറും ഈ പെരിഫറൽ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം ഉണ്ടായാൽ പോരാ. കൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച വ്യക്തമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആ ആശയം സംബന്ധമായ ഒരു സമഗ്രമായ ധാരണ അത് കുട്ടിക്ക് ഉണ്ടായാൽ എങ്ങനെ വേണമെങ്കിലും ഉത്തരം എഴുതാൻ പറ്റും. ഒരു ടീം തരികയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു വലിയ എസ്സേ എഴുതാൻ പറ്റില്ലേ? അരമണിക്കൂർ പ്രസംഗിക്കാൻ പറ്റില്ലേ? അതെന്തുകൊണ്ട്? നമുക്ക് ആ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാവുകൊണ്ട്, അതിനോട് റിലേറ്റ് ചെയ്ത പല സംഭവം പറയാൻ പറ്റുന്നുണ്ടാവുകൊണ്ട്. ആധുനിക സംഭവം, ഞാൻ ഇന്ന് ഫുട്ബോൾ അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞില്ലേ, അതുപോലെ നമുക്ക് പറ്റും. അതാണ് അതിന് എനിക്ക് പറയാനുള്ള മറുപടി. താങ്ക് യു. ഓക്കെ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻബൈറ്റിന്റെ സൈറ്റിൽ, വെബ്സൈറ്റിൽ അതിനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ അതിലിടാം. ചോദ്യങ്ങൾ നമുക്ക് സാറിന് ആക്സസ് ചെയ്യാൻ പറ്റും. സാർ അതിന് മറുപടി തരാം. അപ്പോൾ എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലിടാം. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കയറിയാൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ഇടാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഉത്തരങ്ങൾ തരും. ഇപ്പം ഇതിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഒരു പകുതിക്ക് ശേഷം ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 7:30-ക്ക് ശേഷം, എനിക്ക് തോന്നുന്നു സമയത്തിന്റെ എന്തോ പ്രശ്നം കൊണ്ടാണോ അറിയില്ല, ഒരു 7:30-ക്ക് ശേഷം കുറച്ച് പേര് കയറിയിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും കാരണവശാൽ ഇത് കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ സാർ ഇപ്പം സംസാരിച്ചിരിക്കുന്ന ഈ എൻറ്റയർ സെഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തിങ്കളാഴ്ചയോടുകൂടി നമ്മളത് ഇതിനകത്ത് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, സാറിൻ്റെ സ്പീച്ച് ഒന്നുകൂടെ കാണാൻ പറ്റും. ഈ മിസ്സായി പോയ ആൾക്കാർക്ക് ഇത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. നമ്മുടെ എൻറ്റയർ പ്രോഗ്രാം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാക്കി തരും. ഇനി ഞാൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നത്, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ സാറിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഫോളോ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു എന്താ പറയുക, ഇവിടുത്തെ അക്കാഡമിയാണ് ഇൻബൈറ്റ് അക്കാഡമി. നമ്മളിപ്പോൾ സാറിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ആക്റ്റീവ് റീകോളിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്മാർട്ട് സ്റ്റഡിയോ ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എത്രത്തോളം അവർക്ക് ഗുണകരമായിട്ട് പഠനത്തെ എത്രത്തോളം ഭംഗിയാക്കി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോം വഴി. പ്രധാനമായിട്ടും ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ദിവസേന വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെ എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സിലബസുകൾ, നമ്മുടെ CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ഉള്ള എല്ലാ സിലബസിലുമുള്ള കുട്ടികൾക്ക് നമ്മൾ റെഗുലറായിട്ട് അക്കാഡമിക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം അക്കാഡമിക് സപ്പോർട്ട് മാത്രമാണ്. നമ്മൾ നേരത്തെ സാറ് പറഞ്ഞിരുന്നല്ലോ, പഠനം ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ എഫക്റ്റീവാണ് ഒരു ഗ്രൂപ്പായിട്ട് പഠിക്കുമ്പോഴോ നമുക്കൊരു സപ്പോർട്ട് തരുമ്പോഴോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതാത് ദിവസങ്ങളിൽ കുട്ടികൾ എന്ത് പഠിച്ചു എന്ന് കുട്ടികളോട് ചോദിക്കുകയും
അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയും അവർക്കത് റീകോൾ ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും അതുവഴി അവർക്കൊരു മെമ്മറി റീടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളുടെ ഈ ഇൻവൈറ്റ് അക്കാഡമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് സാറ് നേരത്തെ പറഞ്ഞിരുന്നു എബിംഗ്ഹോസിന്റെ ഫോർഗെറ്റിംഗ് കർവിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആ മറവി എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് മറികടക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ ക്ലാസ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പിന്നെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരാഴ്ച നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ കാണാം. വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു അധ്യയന വർഷം മുഴുവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാ വിഷയത്തിലും ഈ 2 അധ്യാപകരെ വെച്ചിട്ട് നമ്മളുടെ അധ്യാപക പാനലിലുണ്ട്. അവരെല്ലാവരും 7 മണി മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളത് അവർക്കൊരു ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുക മാത്രമാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ വാങ്ങുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് റൂമിലും അല്ലെങ്കിൽ ഒരു സ്കൂളിലും അനുവദിക്കാത്തൊരു സംഭവം നമ്മൾ അനുവദിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റിനൊപ്പം നമ്മുടെ കുട്ടികൾക്കൊപ്പം പാരന്റിനും കൂടെ കയറാനുള്ളൊരു അവസരമുണ്ട് ക്ലാസ്സിലേക്ക്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുട്ടി ജോയിൻ ചെയ്യുന്ന സമയത്ത് കുട്ടിക്കൊരു ID കൊടുക്കും, IDയും പാസ്വേഡും കൊടുക്കും. സൈമൾട്ടേനിയസ്ലി പാരന്റിനും IDയും പാസ്വേഡും കൊടുക്കും. നിങ്ങൾ ഏത് ലൊക്കേഷനിലാണെങ്കിലും കുട്ടി പഠിക്കുന്ന ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം, കാണുകയും ചെയ്യാം, ക്ലാസ് കാണുകയും ചെയ്യാം. അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഏത് ലൊക്കേഷനിലാണെങ്കിലും കാണാം. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ഇപ്പൊ സാറ് പറഞ്ഞു എല്ലാ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണാണ്. അപ്പൊ മൊബൈൽ ഫോണിനെ ഒഴിവാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ടെക്നോളജി ഒഴിവാക്കിക്കൊണ്ടോ ഇനി അങ്ങോട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതുമായിട്ട് ചേർന്ന് വേണം നമുക്ക് പോകാൻ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കുട്ടികളെ എങ്ങനെ ആ പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെ കുട്ടികളെ അതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ കുട്ടികളുടെ കയ്യിൽ പിന്നെ ഫോണ് കൊടുത്തിട്ട് വിടാനൊരു ധൈര്യം പാരന്റിന് ഇല്ല എന്ന് പല പാരന്റും പറയാറുണ്ട്. എൻ്റെ കുഞ്ഞിന് എങ്ങനെ ഇത് ശരിയാവില്ല, നമുക്ക് ഓൺലൈൻ ക്ലാസ് ശരിയാവില്ല, കാരണം കുട്ടി വേറെ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. അതിനുള്ള സൊല്യൂഷനാണ് പാരന്റിനും നമ്മളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇഫ് യു ആർ എവിടെയാണെങ്കിലും, നിങ്ങൾ ഗൾഫിലാണെങ്കിലോ ലോകത്തിന്റെ വേറെ ഏത് കോണിലാണെങ്കിലോ പാരന്റിന് കാണാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ എവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെന്താണ് റീകോൾ ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ അവരെങ്ങനെയാണ് തിരിച്ച് മറുപടി പറയുന്നത്, എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്, ഇതൊക്കെ കാണാനുള്ള ഒരു സൗകര്യം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മെമ്മറി എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ടുള്ള സാറ് നേരത്തെ കുറെ ചിത്രങ്ങളൊക്കെ വരച്ച് കാണിച്ചു. അതേപോലെ പിന്നെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെമോണിക്സുകൾ കാണിച്ചു, വെബ്ജിയോർ കാണിച്ചു, അല്ലേ? അതേപോലെയുള്ള സംഗതികളൊക്കെ നമ്മളിവിടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഡിജിറ്റലായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരു സൗകര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഫ്ലാഷ് കാർഡ്, അതേപോലെ ചീറ്റ് ഷീറ്റ്. സാറ് നേരത്തെ വരച്ചിരുന്നത് മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞ സാധനമാണ്. ഒരു ഫോണിന്റെ ചിത്രം വരച്ച് കാണിച്ചിരുന്നില്ലേ? അതിന് നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ പറയുന്ന പേര് മൈൻഡ് മാപ്പ് എന്നാണ്. അപ്പോൾ മൈൻഡ് മാപ്പ് ഇതുപോലുള്ള സംഗതികളൊക്കെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ കുട്ടികൾ ഒരു പോർഷനിലൂടെ പലവട്ടം കടന്നു പോകും. അതോടൊപ്പം ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ AI-യുടെ ഒരു ഇൻവോൾവ്മെന്റ് നമുക്കിതിൽ കാണാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചോദ്യങ്ങൾ നിങ്ങൾ പിന്നെ കുട്ടികൾക്ക് ആൻസേഴ്സ്, അതായത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ എഴുതുകയാണല്ലോ ചെയ്യുന്നത്. ഈ കുട്ടികൾക്ക് ഡൈനാമിക് ആവാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ടെസ്റ്റ് നടത്തും. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഇനി അങ്ങോട്ട് വരുന്ന ടെസ്റ്റുകളിൽ 90% ഓൺലൈനിലേക്ക് ഇപ്പൊ തന്നെ മാറിക്കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇനി വരാൻ പോകുന്ന നീറ്റ് എക്സാം അടുത്ത വർഷം കൂടെ ഉള്ളൂ പേപ്പർ വൈസ് ഉള്ളത്. അതിനുശേഷം വരാൻ പോകുന്നത് നീറ്റ് എക്സാം ഉൾപ്പെടെ ഓൺലൈനിലേക്ക് പോകാൻ പോകുന്നു. അപ്പൊ അതിന് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരു പ്രാക്ടീസ് കിട്ടും ഓൺലൈൻ എക്സാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അത് കൂടാതെ നമ്മുടെ ഇതിനകത്ത് ഈ പിന്നെ ഡീറ്റെയിൽഡ് ആൻസേഴ്സ് കൊടുക്കുന്ന ഒരു സിസ്റ്റം കൂടി, ചോദ്യങ്ങൾ ആൻസർ ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ഡിജിറ്റലായിട്ട് അവർക്ക് ടൈപ്പ് ചെയ്യാം, അവരുടെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മലയാളത്തിലാണല്ലോ ഇംഗ്ലീഷിലാണല്ലോ ഏതിലാണെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ടീച്ചേഴ്സ് അല്ല ഇവാലുവേറ്റ് ചെയ്യുന്നത്, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ തെറ്റ് എവിടെയാണെന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു തരും വിത്തിൻ സെക്കൻഡ്സ്. നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്താൽ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റ് മാർക്കോട് കൂടി തിരിച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടും.
ഇത്തരം അഡ്വാൻസ്ഡ് ടെക്നോളജി ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത്. ഇതെങ്ങനെയെന്ന് അറിയണമെങ്കിൽ, അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് ഒരു വീക്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാനും ഈ അനുഭവിക്കാനുമുള്ള സൗകര്യങ്ങൾ നമ്മൾ തരുന്നുണ്ട്. അതിനുശേഷം ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം നമ്മൾക്ക് ഫീസ് അടച്ചിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ. അത് കൂടാതെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ കൂടുതലും കുട്ടികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ്. അക്കാഡമിക് പിന്നെ എക്സലൻസിനോടൊപ്പം തന്നെ കുട്ടികളുടെ ക്യാരക്ടർ ഇംപ്രവൈസേഷനും വളരെ പ്രാധാന്യമുള്ളതാണ്. കുട്ടികൾ നല്ലോണം പഠിക്കും, നല്ല റാങ്ക് ഒക്കെ മേടിച്ചു, വലിയ പൊസിഷനിലൊക്കെ എത്തുന്ന ഒരാള് വലിയ പൊസിഷനിൽ എത്തിയെന്ന് വിചാരിച്ചോളൂ, അയാൾക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പിന്നെ അയാളെ കൊണ്ട് എന്താ പ്രയോജനമുള്ളത്? അപ്പൊ അതുകൊണ്ട് ക്യാരക്ടർ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നതും കൂടി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആണ്, ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് വെർച്വൽ ട്രയോ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഈ വെർച്വൽ ട്രയോ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയോ എന്ന് പറയുമ്പോൾ 3 ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്ന് നമ്മുടെ കുട്ടി പാരൻസിനോട് കൂടിയും, പാരൻസ് എന്ന് പറഞ്ഞാൽ അച്ഛനോടും അമ്മയോടും കൂടിയും, മറ്റേ യൂണിറ്റിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഈ അധ്യാപകർ, നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന അധ്യാപകനും, പിന്നീട് നമ്മുടെ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ മെന്ററോ, ഈ TCRCയുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു മെന്ററോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റോ നമ്മളോടൊപ്പം ചേരും. അങ്ങനെ ഒരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു സ്പേസ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കുട്ടിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവൻ്റെ മനസ്സിലുള്ള സങ്കല്പങ്ങൾ, അവൻ്റെ ഭാവി, അവൻ എന്താണ് വിഷ്വലൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്പൺ വേദിയാണ്. ഓപ്പൺ വേദി എന്ന് ഞാൻ പറയുമ്പോൾ അത് വേറെ പാരൻസിന് അതിൽ കയറാൻ പറ്റില്ല. ഓൺലി നിങ്ങളുടെ ഒരു പാരന്റ്, അതായത് ഒരു കുട്ടി, അതിന്റെ അച്ഛൻ, അമ്മ, പിന്നെ ടീച്ചറും ദെൻ സൈക്കോളജിസ്റ്റ്, ഇത്രയും പേരെ ഉണ്ടാവുള്ളൂ. ഒരു വെർച്വൽ പ്രൈവറ്റ് റൂമാണ്. ആ വെർച്വൽ പ്രൈവറ്റ് റൂമിൽ ഇരുന്നിട്ട് എന്ത് വേണമെങ്കിലും സംസാരിക്കാം, എക്സെപ്റ്റ് അവന്റെ പഠനവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അത് പറയുമ്പോഴത്തേക്ക് കുട്ടി എണീറ്റ് പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ അവന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയും ഇതിന് നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത മീറ്റിങ്ങിൽ കുട്ടിയെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഈ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ മെന്റർമാർ എന്താണ് ആ കുട്ടിയെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകൾ, ട്രിക്സുകൾ ഇതെല്ലാം പാരൻസുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് ഷെയർ ചെയ്യുന്ന ഈ ഒരു ഫീച്ചർ നമ്മൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ഇൻവൈറ്റ് അക്കാഡമിയോട് ചേർന്ന് പോകുന്ന കുട്ടികൾ വെറുതെ പരീക്ഷയിൽ ജയിച്ചാൽ മാത്രം പോരാ, അവരെ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കണം. അവിടെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് പഠനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം. സാറ് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് വേണ്ടുന്ന ഗൈഡൻസുകൾ പാരൻസും കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ട് കൊടുക്കണം എന്നുള്ളതാണ് ശരിക്കും നമ്മളുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഇൻവൈറ്റ് അക്കാഡമിയുടെ. അപ്പോൾ ഈ ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോർമിംഗ് ചിൽഡ്രൻ ടു റെസ്പോൺസിബിൾ സിറ്റിസൺസ് എന്നാണ് ഈ TCRC എന്ന് പറയുന്ന ഒരു NGOയുടെ പേര്, യഥാർത്ഥത്തിലുള്ള പേര്. അപ്പൊ അതിനോട് അസോസിയേറ്റ് ചെയ്ത് TCRCയുമായിട്ട് നമ്മളും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സീക്വൻസ് ഓഫ് വെബിനാർ എന്ന് പറയും. വെബിനാർ എന്നാണ് നമ്മൾ ഇതിന് ടെക്നിക്കലി പറയുന്നത്. അപ്പോൾ ഈ വെബിനാർ ശരിക്കും ഡിസംബർ വരെ ഉണ്ടായിരിക്കും. ജനുവരി വരെ ഉണ്ടായിരിക്കും. ജനുവരി വരെ എല്ലാ 2ാം ശനിയാഴ്ചയും 4ാമത്തെ ഞായറാഴ്ചയും ഇതേ സമയത്ത് 7 മണി മുതൽ നമ്മൾ ഈ വെർച്വൽ ട്രയൽ മീറ്റിൽ ഈ വെബിനാർ മീറ്റിൽ നമ്മൾ വീണ്ടും യോജിക്കും. അപ്പോൾ അടുത്ത സെഷനിൽ വരുന്നത് അടുത്ത ഞായറാഴ്ച 4ാമത്തെ ഞായറാഴ്ചയാണ് കേട്ടോ. 4ാമത്തെ ഞായറാഴ്ചയിൽ ബ്രിഡ്ജിങ് ദ ഡിജിറ്റൽ ജനറേഷൻ ഗ്യാപ്പ് എന്നാണ്. അതായത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ജനറേഷൻ ഗ്യാപ്പ് അല്ല ഉള്ളത്, ഡിജിറ്റൽ ജനറേഷൻ ഗ്യാപ്പാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ ടെക്നോളജി ഇത്രയും വരുന്നതോടുകൂടി തന്നെ കുട്ടികളെ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്, എങ്ങനെയാണ് അവരെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിൽ നിന്ന് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കി അവരെ ഫോക്കസ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്താണ്, അതിന് പാരൻസ് എന്താണ് ചെയ്യേണ്ടത്, പിന്നെ മൊബൈൽ അഡിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അത് മൊബൈൽ അഡിക്ഷന് പകരം വരുന്ന മറ്റുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതായത് ഡിജിറ്റൽ വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള തട്ടിപ്പുകളുണ്ട്. ആ തട്ടിപ്പുകളിൽ നിന്ന് നമുക്ക് എങ്ങനെ കുട്ടികളെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള അടുത്ത ഒരു സെഷൻ വരുന്നുണ്ട്. അത് അടുത്ത 4ാമത്തെ ഞായറാഴ്ച ഇതേ സമയത്താണ്. അപ്പൊ അതാരും മിസ് ചെയ്യരുത്.
നിർബന്ധമായിട്ടും ഈ മീറ്റിങ്ങുകളിൽ എല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ ജനുവരി വരെ ഇതേപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ വേണം എന്നുള്ളത് ഇതിന്റെ കണ്ടിന്യൂഷനായിട്ട് നമ്പ്യാർ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വീണ്ടും ഒന്നുകൂടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കും കൂടെ ചെയ്യും. അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ക്രാഷ് കോഴ്സ് നമ്മൾ ജനുവരി മാസത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിനൊന്നും നമ്മൾ കാശൊന്നും മേടിക്കില്ല കേട്ടോ, അതൊക്കെ ആദ്യം പറയുകയാണ്. നമ്മളൊക്കെ സൗജന്യമായിട്ടാണ് ഇതെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നത്. നമ്മുടെ ഉദ്ദേശം ഈ ഒരു ജനറേഷൻ, നമ്മുടെ അടുത്ത തലമുറ നല്ലപോലെ വളരെ ഭംഗിയായിട്ട് വളരെ ഗംഭീരമായിട്ട് വളർന്ന് വലിയൊരു എന്താ പറയുക, ഒരു ഇന്ത്യ പടുത്തുയർത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഈവെന്റിലേക്ക് നമ്മൾ വിളിച്ചപ്പോൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാനും ഇതിൽ ഇത്രയും നേരം ഇരുന്നിട്ട് ഇതെല്ലാം സശ്രദ്ധം വാച്ച് ചെയ്യാനും ഒക്കെ സഹകരിച്ച നിങ്ങളോട് അടങ്ങാത്ത നന്ദിയുണ്ട്, അത് പറയുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടർ ബാലകൃഷ്ണൻ നമ്പ്യാർ സാറിനോട് നന്ദി പറയുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം നമ്മുടെ ഭാഗമാണ്, നമ്മുടെ ഗുരുവാണ്. ഗുരുവിനോടൊക്കെ നന്ദി പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇൻവൈറ്റ് അക്കാഡമിയുടെ പേരിൽ ഞാനൊരു നന്ദി പറയുന്നു. നമ്മളുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് അകളങ്കമായ ഒരു നന്ദി ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയുള്ള പ്രോഗ്രാമുകളിൽ ബാക്കി നമ്മുടെ പുതിയ മെന്റർമാരും അതേപോലെ പുതിയ സൈക്കോളജിസ്റ്റുകളും പുതിയ സ്കോളേഴ്സുകളും ഒക്കെ നിങ്ങളെ ഫേസ് ചെയ്യാൻ വരുന്നുണ്ട്. ആരും അത് മിസ് ചെയ്യരുത്. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സംശയങ്ങൾ നിങ്ങൾ ഡാഷ്ബോർഡിൽ കയറിയിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ പോസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളുടെ ഓഫീസ് നമ്പറിലേക്ക് വിളിച്ചാൽ ഇവരെ കണക്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ്. നമുക്ക് അതിനൊന്നും പ്രതിഫലം വാങ്ങിക്കൊണ്ടല്ല, ഞാൻ പറഞ്ഞു അക്കാഡമിക്സിന് മാത്രമേ നമ്മൾ പ്രതിഫലം വാങ്ങുന്നുള്ളൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സിൽ കയറിയിട്ട് നോക്കുക എത്രത്തോളം ഭംഗിയായിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും നമ്മളോട് പറയാം. നിങ്ങൾക്ക് എങ്ങനെ വേണം, ഇങ്ങനെ കുട്ടികൾക്ക് കൊടുത്താൽ നന്നായിരുന്നു എന്ന് സജഷൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പരിഗണിക്കും. അതിനുള്ള എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഇൻവൈറ്റ് അക്കാഡമി നിലകൊള്ളുന്നത് നമ്മുടെ ഒരു പുതിയ ജനറേഷനെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള ഒരു പ്രയത്നത്തിൽ നിങ്ങളും കൂടി പങ്കാളികളാവണമെന്ന് എല്ലാവരോടും സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. 1.5 മണിക്കൂറായി പോയി, എല്ലാവരും ക്ഷമിക്കുക. എനിഹൗ ലേറ്റ് ആയിട്ട് വന്നവർക്ക് ഞാൻ പറഞ്ഞു വീഡിയോ കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ പ്ലാറ്റ്ഫോം വഴി കിട്ടുന്നതായിരിക്കും. ഓക്കെ സർ, എനിഹൗ താങ്ക് യു വെരി മച്ച് സർ.